പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ഫലവൃക്ഷ തൈകൾ നട്ട് ആചരിച്ചു. ബാങ്ക് പ്രസിഡന്റ് കെ.പി. സെൽവൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ രംഗത്ത് സഹകരണ ബാങ്കുകൾ ഈ വർഷം പ്ലാവ് നട്ടുകൊണ്ട് എല്ലാ മേഖലകളിലും പ്ലാവ് എന്ന ഫലവൃക്ഷം നട്ട് പരിസ്ഥിതി ദിനവുമായി സഹകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്ലാവ് തന്നെ തിരഞ്ഞെടുത്തത്. ഏതായാലും പ്ലാവ് നട്ടാൽ അത് തണലുമേകും ഫലവുമേകും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചക്ക കൊതിയന്മാർ കുറേ ഉണ്ട്. ഏതായാലും ഇവിടെ ഉണ്ടാവണ ചക്ക എപ്പോൾ പോയെന്ന് നോക്കിയാൽ മതി. എന്നാലും ചക്ക ഉണ്ടാവട്ടെ, എല്ലാവരും കഴിക്കട്ടെ, അവർക്കൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ആ നിലയിലുള്ള എല്ലായിടത്തും ചക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലേ വില എന്തായിരിക്കാനും. ഏതായാലും ആ നിലയിലാണ് നമ്മൾ ഇപ്രാവശ്യം നടത്തുന്നത്. നമ്മുടെ നാടിനെയും നമ്മുടെ ഭൂമിയെയും രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ക്ലൗഡ് ബേസ്ഡ് എന്ന നിലയിൽ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രതിഭാസം പള്ളുരുത്തിക്കാരെ അനുഭവിച്ചു അല്ലേ. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ മഴയെന്ന് പറഞ്ഞാൽ നേര്യമംഗലത്തും പള്ളുരുത്തിയിലും അതുപോലെ കളമശ്ശേരിയിലും. ആദ്യത്തെ ഇതിൽ നേര്യമംഗലത്തായിരുന്നു. അത് 3 വർഷം മുമ്പ് പള്ളുരുത്തിയിൽ വന്നു. ഇത്തവണ കളമശ്ശേരി 3-ാം സ്ഥാനത്താണ് പള്ളുരുത്തി. അപ്പോൾ ഇത് ഇനിയും നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതിനെല്ലാം കാരണമായതാണ് ഷെരീഫ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പരിസ്ഥിതിയെ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. അതിൻ്റെ 2024 പ്ലാവിൻ തൈകൾ വിതരണം ചെയ്യണമെന്ന സഹകരണ വകുപ്പിൻ്റെ നിർദ്ദേശാനുസരണം അത്യുൽപാദന ശേഷിയുള്ള വിയറ്റ്നാം എയർലി പ്ലാവിൻ തൈകളാണ് പൊതുജനങ്ങൾക്കായി വിതരണം ചെയ്തത്. കച്ചേരിപ്പടി ചിൽഡ്രൻസ് പാർക്കിൽ നടന്ന ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലർ PR രചന, ബാങ്ക് വൈസ് പ്രസിഡന്റ് K. സുരേഷ്, ഭരണസമിതി അംഗങ്ങളായ AM ഷെരീഫ്, CR ബിജു, AP റഷീദ്, പ്രസന്ന പ്രാൺ, ബാങ്ക് സെക്രട്ടറി KM നജുമ, രാജീവ് പള്ളുരുത്തി തുടങ്ങിയവർ പങ്കെടുത്തു. കാലം തെറ്റി പെയ്യുന്ന മഴ, കൊടും വരൾച്ച, അതുപോലെ തന്നെ പ്രളയം, ഇതെല്ലാം നമ്മുടെ നാടിനെ പിടികൂടിയിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം കോർപ്പറേറ്റുകളുടെ ലാഭേച്ഛയാണ്. അവർ ഈ കാലാവസ്ഥയെയും നമ്മുടെ പരിസ്ഥിതിയെയും എല്ലാം അവർക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെല്ലാം പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ ഭാഗമായിട്ടാണ് പച്ചപ്പുണ്ടാക്കുക, പ്രകൃതിയാകെ പച്ചമയമായി നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പരിസ്ഥിതിയെ കാക്കാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തെ കാക്കാൻ വേണ്ടി നമ്മളിന്ന് മരം നട്ട് അതിന് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. മറ്റൊരു വിശേഷവുമായി കാണാം. റെഡ്ജൻ റിബല്ലോ, ന്യൂസ് ടുഡേ, കൊച്ചി.